പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിന് ഇടയിലൂടെ കെവിൻ ഓവൻസിന് ഇഞ്ചുറി പറ്റിയത് റോമൻ റീൻസ് മനഃപൂർവ്വം ചെയ്തതാണോ, എന്താണ് ആ ഇൻസിഡൻറ്റിന് പിറകിലുള്ള കഥ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ ഒരു കഥ ആരംഭിക്കുന്നത് സർവൈവർ സീരീസ് വാർ ഗെയിംസ് എന്ന 2022 സ്പെഷ്യൽ ഇവൻറ്റിലൂടെയാണ്. ആ സ്പെഷ്യൽ ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ റോമൻ റീൻസിൻ്റെ നേതൃത്വത്തിൽ വന്ന ദി ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലെ 5 റെസ്ലേഴ്സും കെവിൻ ഓവൻസിൻ്റെ നേതൃത്വത്തിൽ വന്ന കെവിൻ ഓവൻസ്, ഡ്രൂ മാക്കിൻറ്റയർ, ബ്രൗളിൻ ബ്രൂട്ടസ് തുടങ്ങിയ 5 റെസ്ലേഴ്സിനെയാണ് നേരിട്ടത്. മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് കെവിൻ ഓവൻസും റോമൻ റീൻസും ഫേസ് ടു ഫേസ് കുറച്ച് പഞ്ചസ് കൈമാറുന്ന ഒരു നിമിഷം വന്നത്. എന്നാൽ പഞ്ചസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കെവിൻ ഓവൻസ് സ്ക്രിപ്റ്റിലില്ലാത്ത രീതിയിൽ റോമൻ റീൻസിന് എതിരെ ഒരു മൂവ് ചെയ്യുകയുണ്ടായി. ഒരു സ്ലാപ്പ് ചെയ്യുകയാണ് കെവിൻ ഓവൻസ് ചെയ്തത്. എന്നാൽ സ്ലാപ്പ് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു മൂവായിരുന്നു, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൂവായിരുന്നില്ല. അത് കൃത്യമായി റോമൻ റീൻസിൻ്റെ ചെവിയിലാണ് വന്ന് പതിച്ചത്. അതുകൊണ്ട് റോമൻ റീൻസിന് ഇഞ്ചുറി സംഭവിക്കുകയും അദ്ദേഹത്തിന് കുറച്ച് ലൈവ് ഇവൻറ്റുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരികയും ചെയ്തു. സർവൈവർ സീരീസ് വാർ ഗെയിംസ് കഴിഞ്ഞ ഉടനെ തന്നെ റോമൻ റീൻസ് കെവിൻ ഓവൻസിനെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. കൂടാതെ കെവിൻ ഓവൻസും റോമൻ റീൻസും ഇതിനെ ചൊല്ലിയൊരു വാക്ക് തർക്കം ബാക്ക് സ്റ്റേജിൽ ഉണ്ടാക്കിയെന്നും റോമൻ റീൻസ് വളരെ ഫ്രസ്ട്രേഷനിൽ ആയിരുന്നു എന്നും നമുക്ക് അന്ന് തന്നെ അറിയാൻ സാധിച്ചിരുന്നു. പിന്നീട് റോമൻ റീൻസിൻ്റെ ഒരു മത്സരം വരുന്നത് ഈ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിലായിരുന്നു. അതും കെവിൻ ഓവൻസിനെതിരെയുള്ള ഒരു ടാഗ് ടീം മത്സരം തന്നെയായിരുന്നു. അപ്പോൾ കെവിൻ ഓവൻസിനും റോമൻ റീൻസിനും ഈ ഒരു മത്സരം ഏകദേശം അവസാന ഭാഗങ്ങളിൽ എത്തിക്കുന്ന സമയത്ത് റോമൻ റീൻസിന് ഒരു പിൻഫോൾ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ ഒരു ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അന്ന് കെവിൻ ഓവൻസ് മനഃപൂർവ്വം റോമൻ റീൻസിൻ്റെ ചെവിക്ക് അടിച്ചതിന് റോമൻ റീൻസ് കെവിൻ ഓവൻസിനെതിരെ പ്രതികാരം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. കളി കാര്യമായിട്ടാണ് നിലവിൽ പോകുന്നത്. ഇത് ഇരു താരങ്ങളെയും ബാധിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. കാരണം കെവിൻ ഓവൻസും റോമൻ റീൻസിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിന് റോയൽ റംബിളിൽ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന താരമാണ്. അപ്പോൾ ഇരു താരങ്ങളും തമ്മിൽ വരാൻ പോകുന്ന റൂമേഴ്സ് പ്രകാരം റീൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് ഭാവി റോമൻ റീൻസിൻ്റെ സ്റ്റോറി ലൈനുകളെ നല്ല രീതിയിൽ ബാധിക്കും. കൂടാതെ കെവിൻ ഓവൻസിന് നിലവിൽ ഗംഭീര പദ്ധതികളാണ് ട്രിപ്പിൾ എച്ചിൻ്റെ നേതൃത്വത്തിലുള്ള ക്രിയേറ്റീവ് ടീം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. കെവിൻ ഓവൻസും ഇത്തരത്തിൽ പെരുമാറുകയാണെങ്കിൽ കെവിൻ ഓവൻസിൻ്റെ WWE കരിയറിനെയും അത് നല്ല രീതിയിൽ ബാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കാനാണ് സാധ്യത കൂടുതൽ. ഒത്തുതീർപ്പായില്ലെങ്കിൽ റോയൽ റംബിളിലെ കെവിൻ ഓവൻസ് വേഴ്സസ് റോമൻ തമ്മിലുള്ള മത്സരം ചിലപ്പോൾ നടക്കാതെ വന്നേക്കാനും സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്. അപ്പോൾ റോമൻ റീൻസും കെവിൻ ഓവൻസും തമ്മിലുള്ള ഈ ഒരു ബാക്ക് സ്റ്റേജ് ഇഷ്യൂ ഒരു റിയൽ ഇഷ്യൂ ആയി ഇപ്പോൾ WWE സ്മാക്ഡൗൺ എപ്പിസോഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.